ഹലോ, വെൽക്കം ബാക്ക് ടു പൊന്നു CC കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടൊരു കിച്ചടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പൊതുവെ കിച്ചടികളെല്ലാം നമ്മൾ ഒന്ന് കുക്ക് ചെയ്യാണ്ടാണ് തയ്യാറാക്കുന്നത്. ശരിക്കും ഈ കിച്ചടി വെണ്ടയ്ക്കയൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് സദ്യയുടെ ഈ വെണ്ടയ്ക്ക കിച്ചടിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഞാനിവിടെ ഒരു 12 വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു അളവിനാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിച്ചേർന്നൊക്കെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ഈ വെണ്ടയ്ക്കയിലോട്ട് ഇത് നമ്മളിങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. കാരണം ഈ വെണ്ടയ്ക്കയിലോട്ടൊക്കെ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം ഇതിന് വേണ്ടുള്ള അരപ്പ് നമ്മളൊന്ന് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറിയുടെ 3/4 ഭാഗത്തോളം ഞാൻ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവ് കുറവാണെങ്കിൽ 2 3 പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അളവ് കടുക് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടി തൈര്, പുളിപ്പില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊരു 4-5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഈ തൈരിലാണ് നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കുന്നത്. വെള്ളം ഒന്നും ചേർക്കാണ്ട് ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ സമയം ബാക്കിയുള്ള തൈരുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ടൊന്ന് ലിക്വിഡായി പോകും, കുറച്ചുകൂടെ വെള്ളമാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫോർക്ക് കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. ശരിക്കും ഈ കിച്ചടി എന്ന് പറയുന്നത് ഇലയിൽ വിളമ്പുമ്പോഴേക്കും ഒന്ന് ഒഴുകി പോകാത്ത രീതിക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് മിക്സാക്കി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഞാനിവിടെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക പീസസുകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നാടൻ വിഭവം ആയതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയുടെ പീസസുകൾ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഫ്ലെയിം വന്നിട്ട് മീഡിയമിൽ ഇട്ട് കൊടുത്താൽ മതി, ഒത്തിരി ഹൈയിലിടണ്ട. നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. കരിഞ്ഞു പോയാലേ നമ്മൾ ആ കിച്ചടി ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒന്ന് നന്നായിട്ട് കയ്പ്പ് രസം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഏതാണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ഇതുകൊണ്ട് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇത് ഞാൻ ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ്. ഈ ഒരു അളവിന് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ സമയം ഇത് പാനിൽ കിടക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് നമ്മൾ നേരത്തെ അരച്ച തേങ്ങയുടെ മിക്സാണിത്. ഞാനൊരു ബൗളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ഫോർക്ക് കൊണ്ട് ഉടച്ചു വെച്ചിട്ടുള്ള തൈരൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൈരിനും നമ്മുടെ ആ തേങ്ങയുടെ ആ പേസ്റ്റിനുമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് നമ്മളൊന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 2-3 വറ്റൽമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മുളകും ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ താളിച്ചത് നമ്മൾ ഈ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മിക്സൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്ന സമയം മാത്രം ഈ വെണ്ടയ്ക്ക ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് കടിച്ച് കഴിക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ആ മിക്സ് എല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ചതിന് ശേഷം ആ വെണ്ടയ്ക്കയൊക്കെ അവസാനം സെർവ് ചെയ്യുന്ന സമയം മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.